ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോ പ്ലഷർ വണ്ടിയുടെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചിരുന്നത് നമുക്ക് ഈ പ്ലഗ് കംപ്ലയിൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ടാവാഞ്ഞത്. അപ്പോൾ പ്ലഗ് മാറ്റിയിട്ട് വണ്ടി സ്റ്റാർട്ടായിരുന്നു. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം സെൽഫൊന്നും വർക്കിംഗ് അല്ലല്ലോ, ബാറ്ററി ലൈനിലില്ല. അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മീറ്റർ കണക്ട് ചെയ്ത് നോക്കി. പക്ഷേ നമുക്ക് ഡിജിറ്റൽ തെളിയാനുള്ള വോൾട്ട് പോലും ഇതിനകത്ത് ബാറ്ററിയിലില്ല. 2023 ബാറ്ററി. നമുക്കിതിൽ വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. പക്ഷെ എന്നാൽ നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. കാരണം എനിക്ക് തോന്നുന്നു ലൈറ്റ് തെളിഞ്ഞിരുന്ന് ഫുള്ളായിട്ട് ചാർജ് ഇറങ്ങിപ്പോയി അതിനകത്തുനിന്ന്. പിന്നെ ഞാൻ അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. സ്റ്റിക്കിനകത്ത് ലെവലില്ലാത്തത് കൊണ്ട് നോക്കിയതാണ്. ഓയിലിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ശരിക്കും നമുക്ക് 800 മില്ലി വരണം. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞൊരു 100-150 മില്ലി ഓയിലുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിക്കറൊക്കെ അടിക്കുമ്പോൾ നമുക്കൊരു ബലം അനുഭവപ്പെട്ടാറ് ഞാനൊന്ന് അഴിച്ചു നോക്കിയതാണ്. വല്ല പിസ്റ്റൺ എന്തെങ്കിലും പിടിച്ചതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ നിലവിൽ കുഴപ്പം കാണില്ല. വണ്ടി പ്ലഗ് മാറ്റിയിട്ട് വണ്ടി സ്റ്റാർട്ടായി. പക്ഷേ നമുക്ക് ഈ എഞ്ചിൻ ഓയിൽ നമുക്കൊന്ന് മാറ്റിയിടാം. ഓയിൽ ചേഞ്ച് ശരിക്കും പറഞ്ഞാൽ 3000 കിലോമീറ്ററാണ്. ഇത് എനിക്ക് തോന്നുന്നു 1 കൊല്ലത്തിന് മുകളിലായിട്ടുണ്ട് നമ്മൾ റിപ്പയർ സർവീസ് മൊത്തം കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അതിനിടയിൽ ഓയിൽ മാറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഓയിൽ ലെവൽ ഇപ്പോൾ നിലവിൽ കുറവാണ്. അപ്പോൾ അത് ഓയിലും കൂടി നമുക്ക് മാറ്റണം. ഓയിൽ മാറ്റാം. അതേപോലെ സ്പാർക്ക് പ്ലഗ് മാറ്റിയിടാം. ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ പറയാം കേട്ടോ. അതേപോലെ തന്നെ ആ ഡിക്കിയുടെ ഉള്ളിൽ സീറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആ കണക്ഷൻ നമുക്കൊന്ന് പിടിച്ചിട്ടേക്കാം. കാരണം ബാറ്ററി ഡിസ്ചാർജ് ആവണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് അങ്ങനെ വെക്കണേൽ വലിയ കഥയില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ ഞാനൊന്ന് അയച്ചു തരാം. അതിൻ്റെ ഓയിൽ ചേഞ്ച് പ്ലഗും കാര്യങ്ങളൊക്കെ മാറ്റി വരുമ്പോൾ നമുക്ക് എത്ര കോസ്റ്റ് വരും ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആവും. എന്തൊരു വൈകുന്നേരത്തേക്ക് ആവുള്ളൂ. ബാറ്ററി നമുക്ക് ചാർജ് ആണെങ്കിൽ മിനിമം ഒരു 6 മണിക്കൂർ എന്തെങ്കിലും ഇടണം കേട്ടോ. നോക്കിയിട്ട് ഞാൻ വിളിക്കാം.